എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കമ്പ്യൂട്ടർ അബ്രിവേഷൻസിന്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. പാർട്ട് 1 കാണാത്തവര് കാണുക. നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പാർട്ട് 1. ഈ കമ്പ്യൂട്ടർ അബ്രിവേഷൻസ് PSCയുടെ LD ടൈപ്പിസ്റ്റ് എക്സാംസിനും പിന്നീട് റെയിൽവേ നടത്തുന്ന ALP ടെക്നീഷ്യൻ എല്ലാ പോസ്റ്റുകൾക്കും JE ഇതിനെല്ലാം കമ്പ്യൂട്ടർ ചോദിക്കുന്നുണ്ട്. CGLനും കമ്പ്യൂട്ടർ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ്. അപ്പൊ കമ്പ്യൂട്ടർ അബ്രിവേഷൻസിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ICANN ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ്. ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ് ആണ് ICANN എന്ന് പറയുന്നത്. ICMP ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. ICMP എന്താണ്? ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. IP എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. അടുത്തത് JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണ്. ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണ് JPEG എന്ന് പറയുന്നത്. MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. MMS എന്താണ്? മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ് ആണ്. MIMO മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. MSDG മൊബൈൽ സർവീസ് ഡെലിവറി ഗേറ്റ്വേ ആണ്. MSDG എന്താണ്? മൊബൈൽ സർവീസ് ഡെലിവറി ഗേറ്റ്വേ ആണ്. ODBC ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി ആണ്. ODBC എന്താണ്? ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി. OLAP ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. OLE ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ്. OLE എന്താണ്? ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ് ആണ്. OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. OOP ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ്. പോസ്റ്റ് എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. PPM പേപ്പർ പെർ മിനിറ്റ് ആണ്. PPM. RAID റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്സ് ആണ്. RAID എന്താണ്? റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്. RAM റാൻഡം ആക്സസ് മെമ്മറി ആണ് RAM എന്ന് പറയുന്നത്. RAR റോഷൽ ആർച്ചീവ് ആണ്. RAR. RFID റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ്. RFID എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇനി RGB എന്താണ്? RGB എന്ന് പറയുന്നത് റെഡ് ഗ്രീൻ ബ്ലൂ എന്നാണ്. റെഡ് ഗ്രീൻ ബ്ലൂ ആണ് RGB എന്ന് പറയുന്നത്. ROM റീഡ് ഒൺലി മെമ്മറി ആണ് ROM എന്ന് പറയുന്നത്. SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. SDLC എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. SMS ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. SMS. സ്പൂൾ സൈമിൾട്ടേനിയസ് പെരിഫറൽ ഓപ്പറേഷൻസ് ഓൺലൈൻ ആണ്. സ്പൂൾ സൈമിൾട്ടേനിയസ് പെരിഫറൽ ഓപ്പറേഷൻസ് ഓൺലൈൻ ആണ്. TIFF ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ്. യൂണിക്സ് യൂണിപ്ലക്സ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. യൂണിപ്ലക്സ്ഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. UPS അൺഇൻറപ്റ്റ് പവർ സപ്ലൈ ആണ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്തത് VGA വീഡിയോ ഗ്രാഫിക്സ് അറേ ആണ്. വൈറസ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ്. VoIP വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. W3C വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. W3C വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. WAIS വൈഡ് ഏരിയ ഇൻഫർമേഷൻ സെർവർ ആണ്. വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ് WAP എന്നത്. വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. അപ്പം കമ്പ്യൂട്ടർ അബ്രിവേഷൻസിന്റെ 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേയുടെ ക്ലാസ്സുകൾക്കും അതുപോലെ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ കൂടെ വീണ്ടും കാണാം.